യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരത്തിന്റെ മധ്യസ്ഥ ചർച്ചയെ തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ ഷൈഖ് ഹബീബ് ഉമറോ ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് സഹോദരൻ അബ്ദുൾ ഹത്താഫ് മഹ്ദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടും മഹ്ദി ആവർത്തിക്കുകയാണ്. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച പുറത്തു വരുന്ന വാർത്തകളിൽ നിരവധി അവ്യക്തതകളുണ്ട് എന്നതാണ് ഇപ്പോൾ പൊതുവായി വരുന്ന ഒരു ആക്ഷേപം. പക്ഷേ കാന്തപുരവും അദ്ദേഹത്തിൻ്റെ ഓഫീസും ആവർത്തിക്കുന്നു, അദ്ദേഹം ഇന്നലെയും ഇക്കാര്യത്തിൽ നിലപാടെടുത്തതാണ്. നടന്ന ശ്രമങ്ങൾ അതിൽ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു തന്നെ കാര്യങ്ങൾ പോയി എന്നത്. പക്ഷേ ഇടയ്ക്കെങ്കിലും ഈ വാർത്തകൾ തെറ്റ് എന്ന് വരുത്താൻ വേണ്ടി ചില ശ്രമങ്ങളുണ്ട്. ഇതിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പലപ്പോഴും ഇതിന് ആധികാരികമായി വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിനോടിപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് പ്രതികരിച്ചിട്ടുണ്ടോ? സജിത്ത് നേരത്തെ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു എതിർ നിലപാട് സ്വീകരിച്ചു വരുന്നയാളാണ് തലവലിൻ്റെ സഹോദരനായ നഖ്ദി. അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ശരിയല്ല. അതായത് ആദ്യം പുറത്തു വന്നത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അന്നും ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പരന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, വധശിക്ഷ ഏത് നിമിഷവും നടക്കും എന്ന രീതിയിലാണ്. എന്നാൽ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയോടുകൂടി കോടതിയിൽ നിന്നുള്ള ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തെത്തുകയും ആ വാദം, അതായത് വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ടുള്ള വാദം ശരിയാണ് എന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം പലപ്പോഴായി ഈ വധശിക്ഷ ഉടൻ നടപ്പിലാക്കണം, ഈ ഇരയുടെ കുടുംബത്തിന് ഒരു നീതി ലഭിക്കണമെങ്കിൽ വധശിക്ഷയിലൂടെ മാത്രമേ സാധിക്കൂ എന്നൊരു നിലപാടിലേക്ക് എത്തും. പ്രതികാരം എന്നതാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെ മനസ്സിലുള്ളത്. മറിച്ച് ദയാദനം സ്വീകരിച്ച് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പുകൾക്ക് താൻ തയ്യാറാവില്ല എന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നില്ല എന്ന് നേരത്തെയും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കാന്തപുരം ഈ കേസിൽ ഇടപെടുന്നതിന് മുമ്പ് നേരത്തെ ഇടപെട്ട സാമുവൽ ജെറോം അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പേരെടുത്ത് തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്തരത്തിൽ പല രീതിയിലുള്ള പണപ്പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു, എന്നാൽ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സാമ്പത്തികവും ലഭിച്ചിട്ടില്ല, അത്തരമൊരു സാമ്പത്തിക സ്വീകരണം തങ്ങളുടെ കുടുംബം നടത്തില്ല എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയെ സമീപിച്ച് എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട ആൾ കൂടിയാണ്. ഇതിനിടയിലാണ് ഈ കാന്തപുരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമായി പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ പാലക്കാട് നടന്ന ഒരു യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ താൻ ഇക്കാര്യത്തിൽ ഇടപെട്ടു, സൂഫി പണ്ഡിതന്മാർ വഴിയുള്ള ഇടപെടലാണ് വധശിക്ഷ റദ്ദാക്കുന്നതിന് കാരണമായത്, വിവരങ്ങളൊക്കെ താൻ അതത് സമയത്ത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചാണ് വന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് തനിക്കൊരു ക്രെഡിറ്റിന് വേണ്ടി ചെയ്ത കാര്യമല്ല, ഇതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു മാനുഷിക ജീവൻ രക്ഷിക്കുക എന്ന ഒരു വികാരത്തോടു കൂടി മാത്രം താൻ ചെയ്ത പ്രവൃത്തിയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ്, അതായത് ഈ കാന്തപുരത്തിൻ്റെ ഒരു പരസ്യ പ്രസ്താവന വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു കാര്യം നടന്നിട്ടില്ല, അല്ലെങ്കിൽ വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടിട്ടില്ല, ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചകളും കാന്തപുരവുമായി തങ്ങളുടെ കുടുംബം നടത്തിയിട്ടില്ല എന്ന ഒരു നിലപാടിലേക്ക് തലാലിൻ്റെ സഹോദരൻ എത്തുന്നത്. എന്തായാലും വലിയൊരു അത്ഭുതകരമായ വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ വെളിപ്പെടുത്തലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഓരോ പുരോഗതി ഉണ്ടാകുമ്പോഴും അത് നിഷേധിച്ചുകൊണ്ട് തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായാണ് പലപ്പോഴും നടന്നത്. ഇപ്പോഴും നേരത്തെ കാന്തപുരം പറഞ്ഞ അതേ വാദത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉറച്ചു നിൽക്കുന്നത്. വധശിക്ഷ എന്നത് ഇനി നിമിഷപ്രിയയ്ക്ക് ലഭിക്കില്ല, മറിച്ച് രണ്ട് കാര്യങ്ങൾ: ഒന്ന്, എത്ര നാൾ ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ മോചനം സാധ്യമാവുമോ, ഇക്കാര്യത്തിൽ മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത്. കുടുംബവുമായുള്ള ചർച്ചകൾ ഇപ്പോഴും വലിയ തോതിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റു ചില ഇടപെടൽ, ബാഹ്യമായ ചില പരാമർശങ്ങൾ, ചില ആളുകളുടെ അനുചിതമായ ഇടപെടലുകൾ എന്നിവയൊക്കെ ഈ നടപടിക്രമങ്ങൾക്ക് ചെറിയ ഒരു വേഗത കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ ആശാവഹമായി യമനിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് പറയുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് തലാലിൻ്റെ സഹോദരൻ നിഷേധിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, തുടക്കം മുതൽ തന്നെ ഈ മധ്യസ്ഥ ശ്രമങ്ങളെ എതിർക്കുന്ന വ്യക്തിയാണ് സഹോദരൻ. പക്ഷേ സഹോദരൻ്റെ എതിർപ്പ് നിലനിൽക്കെ തന്നെയാണ് ഈ ശ്രമങ്ങൾ നടക്കുകയും അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് നേരത്തെയും വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ സാഹചര്യവും അതുതന്നെയാണ്. എന്തായാലും ഉറച്ചു വിശ്വസിക്കുകയും ഉറപ്പു നൽകുകയും ചെയ്യാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ്. ഇക്കാര്യത്തിൽ അവസാന ഘട്ടത്തിലാണ് വധശിക്ഷ ഒഴിവാക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യം.